ഇന്നെന്താ പരിപാടി? ഇന്നെന്താ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊറോണ പ്രമാണിച്ചിട്ട് എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. ബോറടിച്ച് ചത്തു. ഇനി എന്ത് ചെയ്യും? നേരം പോണ്ടേ, എന്തെങ്കിലും ബാക്കിലിരിക്കുന്നതിന്റെ ബ്ലോഗ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ പിരികൊടുത്തതിന്റെ ഭാഗമായിട്ട് ഒരു സാധനം പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊക്കെ ചെയ്തു, പക്ഷെ അതിന്റെ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ റിവ്യൂയിലേക്ക് നമുക്ക് പോയാലോ? അപ്പൊ കുറെ നാളെ നമ്മൾ വീഡിയോ ചെയ്തിട്ട്, അപ്പം കൊറോണ ഒക്കെ പിടിച്ചിരിക്കുന്ന വീട്ടില് കാലത്തോട്ട് ഭക്ഷണം കഴിക്കാൻ കിടന്നുറങ്ങുക, ടി വി കാണുക, അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ എനിക്ക് ഒരുപാട് നിർബന്ധം, കുറെ കാലം വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. ആലോചിച്ച് നോക്കിയപ്പം നമ്മൾ യാത്രയൊക്കെ പോകുമ്പം ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനം കുറച്ചാൾ മുമ്പ് ഞാൻ മേടിച്ചിരുന്നു. യാത്രയ്ക്കല്ല, ഞാൻ മേടിച്ച വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് കേട്ടോ, എന്തായാലും വെറുതെ ഇരിക്കാമല്ലോ. അപ്പോൾ ആ സമയത്ത് ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വെച്ച് ചെയ്യാം, ഒരു വ്ളോഗായിട്ട് തന്നെ ചെയ്യാമെന്ന് കണക്കൂട്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ വീട്ടിനുള്ളിൽ ഇരുന്ന് വേണ്ട, കുറച്ച് എന്തായാലും ഫുൾ ടൈം വീടിനുള്ളിൽ തന്നെയാണല്ലോ. അപ്പൊ ഒന്ന് മുകളിലേക്ക് പോയിട്ട്, നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. സംഭവം നമ്മൾ ഉപയോഗിച്ച സാധനം തന്നെയാണ്, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ നമ്മൾ റിവ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് പോയാലോ? ഇപ്പോൾ നമ്മളിപ്പം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ എത്തിയിട്ടോ. ബാംഗ്ലൂർ എയർപോർട്ടിന് അടുത്ത് തന്നെയുള്ള, അടുത്ത് നിന്നല്ല ഒരു 10-20 കിലോമീറ്റർ ഇപ്പം ബാംഗ്ലൂർ ക്രോസ് എന്ന് പറയുന്ന ലൊക്കേഷനാണ് നമ്മളുള്ളത്. അപ്പം ഇത് എക്കോപോളിസിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. പിന്നെ ബാംഗ്ലൂർ യലഹങ്ക എയർഫോഴ്സ് സ്റ്റേഷൻ്റെ ഒക്കെ അടുത്തുള്ള ഒരു ലൊക്കേഷനാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ മേടിച്ച സാധനം ഒരു വാട്ടർ ഡിസ്പെൻസർ പമ്പാണ്. അത് മേടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഞാനും ഡീനും കൂടിയിട്ട് ചെറുതായിട്ടും തല്ലൂണി. വഴക്ക് എന്തായിരുന്നു? വഴക്ക് ക്യാൻ തിരിച്ചു വെക്കാതെ എനിക്ക് വെള്ളം എടുക്കാൻ പറ്റണ്ടേ. ഒരു ക്യാൻ ഉണ്ട്, വാട്ടർ ഡിസ്പെൻസർ ക്യാന്, വാട്ടർ ഡിസ്പെൻസറിലേക്ക് എടുത്തു വയ്ക്കാൻ പറഞ്ഞു. ഞാനത് മറന്നു, ഓഫീസിൽ പോയി, പിണക്കായി, ഭയങ്കര വിഷമം. അപ്പം ഓഫീസിൽ പോയിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്താണ് ഇതിനൊരു സൊല്യൂഷൻ, പെർമനൻ്റായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാനായിട്ട്. അങ്ങനെ ആ സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്ത്, ഗൂഗിൾ ചെയ്തു, സംഭവം കിട്ടി, ഒരു ഓട്ടോമാറ്റിക് വാട്ടർ ഡിസ്പെൻസർ. അപ്പോൾ മേടിച്ച് കുറച്ച് നാളായി. അപ്പം ഇന്ന് ഞാനങ്ങനെ ആലോചിച്ചപ്പം, നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ വണ്ടികളിലൊക്കെ വാട്ടർ ക്യാൻ കൊണ്ടുവന്ന ആൾക്കാരാണെങ്കിൽ അതിനകത്തൊക്കെ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം വളരെ സിമ്പിളായിട്ട് നമുക്ക് വെള്ളം പുറത്തേക്ക് എടുക്കാനൊക്കെ സാധിക്കും ഈ വാട്ടർ ഡിസ്പെൻസർ കൊണ്ട്. അപ്പോൾ രണ്ട് ഉപകാരമുണ്ട്. വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ വീട്ടിലേക്ക് ഉപയോഗിക്കാം, പിന്നെ നമ്മൾ യാത്രയൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ യാത്ര പോകുമ്പം ഉപയോഗിക്കാനായിട്ട് പറ്റിയ സാധനമാണ്. അപ്പം അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സാധനം, ഇലക്ട്രിക് വാട്ടർ പമ്പ്. അപ്പം ഈ ഇലക്ട്രിക് പമ്പ് നമുക്ക് ഞാൻ മേടിച്ച ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഏകദേശം 100-300 രൂപയുടെ അടുത്താണ് ഇത് വരുന്നത്. ഇതാണ് നമ്മുടെ സംഭവം. കണ്ടു കഴിഞ്ഞാൽ വളരെ കുഞ്ഞാണ്, കണ്ടോ? ഇതാണ് നമ്മുടെ സംഭവം. ഇത് ഏകദേശം ഒരു 3 മണിക്കൂർ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 3 ക്യാൻ വെള്ളം നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഡിസ്പെൻസ് ചെയ്യാം. ഈ ഡിസ്പെൻസർ ഉപയോഗിച്ചിട്ട് നമുക്ക് 3 ക്യാൻ വെള്ളം പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മളിത് ഒരു യാത്രയ്ക്കൊക്കെ പോകുന്ന സമയത്ത് റീചാർജ് ചെയ്തിട്ട് നമ്മൾ വണ്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ 20 ലിറ്ററിൻ്റെ ക്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിക്കകത്ത് ചെരിക്കാനോ മറിക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് വയ്ക്കുക, ബട്ടൺ ഉണ്ട്, ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വെള്ളം വളരെ സ്മൂത്തായിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് ഇങ്ങനെ ഒരു 3 പാർട്ടാണ് ഇതിന് വരുന്നത്. 3 പാർട്ടിൽ ഒരു പാർട്ട് ഇതാണ്, ഈ വെള്ളം പുറത്തേക്ക് നമുക്ക് എടുക്കാനൊരു പാർട്ട്, നോബ്, അതിനൊരു നോബ്, പിന്നെ വെള്ളം നമ്മുടെ ക്യാനിൽ നിന്നും വലിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു പൈപ്പ്. ഇത് 3 ഫിറ്റ് ചെയ്യാനും ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. സംഭവം റെഡി. ഇത് നമ്മൾ ക്യാനിലേക്ക് ഇട്ടിട്ട് ഇതിനകത്ത് നമ്മുടെ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വെള്ളം ഇത് എങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ താഴെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം.
അപ്പം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. കുറേ പേർക്ക് അറിയുന്നതായിരിക്കാം. 10-300 രൂപ മുടക്കി കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് ഇപ്പോൾ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഉപയോഗിക്കാം, വീട്ടിൽ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയൊരു വാട്ടർ പമ്പാണിത്. ഇത് പരിചയപ്പെടുത്താൻ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഞാൻ കാണിച്ചാൽ എങ്ങനെയാണ് വർക്ക് ചെയ്യിക്കാന്നുള്ളത്. ഓക്കെ, ഇതാണ് സംഭവം. വെറുതെ വെച്ച് കൊടുക്കുക. ഇതിന്റെ സീറ്റ് ബോട്ടിൽ ഇത് വെച്ച് കൊടുക്കാം. നമുക്ക് ഫില്ല് ചെയ്യാം. ഇവിടെ പ്രസ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ടല്ലോ, അവിടെ പ്രസ് ചെയ്യാം.